ഷാനവാസ് ആൻഡ് രേണു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഒന്നുമല്ല, എന്നാലും സംസാരിക്കണം തോന്നി. ആക്ച്വലി ഇതൊരു ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞു, ഇതൊരു ഗെയിം ടാസ്ക് ആണ്. അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു. അതിന്റെ ഇടയിൽ നീ ബോഡി സെപ്റ്റി ടാങ്കേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്ലേച്ഛമായ വർത്താനമാണ് അവിടെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രേണുവിന്റെ കൂടെ എല്ലാവരും നിൽക്കത്തുള്ളൂ. പക്ഷേ ഇത് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ആണ്. അവിടെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു, അതില് തിരിച്ചു വേട്ടപ്പട്ടി എന്ന് വിളിച്ചു. അതിൽ നോറ മിസ്റ്റർ അപ്പി എന്നാണ് നമ്മുടെ അനീഷിനെ വിളിച്ചിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ആരും ഒന്നും സംസാരിച്ചു കണ്ടില്ല. അനീഷും അതിനെപ്പറ്റി കംപ്ലൈന്റ് പറഞ്ഞില്ല. ആൻഡ് പിന്നെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു ഗെയിം ടാസ്കിലാണെങ്കിൽ ആ സംഭവം സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് സോറി പറഞ്ഞു ആ വ്യക്തി. ഷാനവാസ്, നമ്മുടെ അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഉമ്മയെ പിടിച്ചിട്ട് സോറി പറഞ്ഞില്ലേ. കാരണം എന്ന് വെച്ചാൽ അതൊരു ഗെയിം ടാസ്ക് എന്നുള്ള രീതിയിലേ എടുത്തുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഞാൻ പറഞ്ഞ വാക്ക് ഇത്തിരി കൂടി പോയി എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ സോറി പറഞ്ഞു. അദ്ദേഹം ക്യാമറയിൽ വന്ന് പറയുകയും ചെയ്തു. പുള്ളി ഉദ്ദേശിച്ചത് ഒരു കണ്ടന്റ് വൈസ് വേസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് കൂടുതലായിട്ട് തോന്നി. സോ എനിക്ക് പാരന്റ്സ് ആണ് ബെസ്റ്റ്, പാരന്റ്സ് ആണ് എനിക്ക് ഏറ്റവും വലുത്. എന്റെ എല്ലാ സ്ത്രീകളും ഞാൻ റെസ്പെക്റ്റോട് വേണം സംസാരിക്കാൻ. പക്ഷെ ഇത് ഗെയിം ടാസ്ക് എന്നുള്ള ഒരു ചിന്ത മാത്രം എടുത്തിട്ടാണ് അങ്ങനെ സംസാരിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ സോറി പറഞ്ഞു. അപ്പൊ തന്നെ അപ്പാനി പറയുന്നുണ്ട്, ലൈക്ക് അപ്പാനിയുടെ പാരന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ വിധവയും ഒക്കെ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി ഒരു വിധവയെ ലൈക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനോ മോശമായിട്ട് സംസാരിക്കാനോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായാലും ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഇത് പ്യുവർലി ഗെയിം റിലേറ്റഡ് ആണ്. രേണു എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരിക്കലും ഒരു കാർഡ് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ വീഡിയോന്റെ താഴെയും ഇൻസ്റ്റയിലൊക്കെ കമന്റ്സ് വരുന്നുണ്ട്, വൈ ഐ ആം സപ്പോർട്ടിങ് എന്നല്ല. ഇവിടെ സപ്പോർട്ടിങ് അല്ല പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പാനി പറഞ്ഞ കാര്യം തന്നെ. അവിടെ രേണു ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവിടെ ഒരിക്കലും ഒരു വിധവാ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ഞാൻ എതിർത്ത് സംസാരിച്ചേ, ഈ അക്ബർ ഖാൻ പറഞ്ഞത് മോശമാണെന്ന് ഞാൻ പറഞ്ഞേനെ. എപ്പോഴാന്ന് അറിയാമോ, ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ പർപ്പസ്ഫുള്ളി പോയിന്റ് ഔട്ട് ചെയ്ത് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ സംസാരിച്ചേനെ. ആൻഡ് ഇത് ഗെയിം ടാസ്ക് ആണ്. പുള്ളി അത് പറയുകയും ചെയ്തു, ഞാൻ സോറി പറഞ്ഞു. ലൈക്ക് അതെനിക്ക് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നി. ഗെയിം ടാസ്ക് റിലേറ്റഡ് ആണെങ്കിലും കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നി. ഞാൻ സോറി പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് രേണു ആ ടോപ്പിക്ക് വിടാത്തത്? ആക്ച്വലി ഐ എം വെയിറ്റിംഗ് ഫോർ ലാലേട്ടൻ എപ്പിസോഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ നന്മ മരം, ഫേക്ക് കാർഡ്, അങ്ങനത്തെ കാർഡുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ ഉള്ള പരിപാടി ഒന്നും നടക്കില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ രേണു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. കേരളത്തിലുള്ള എല്ലാ വിധവകളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും ഒരു പ്രതിനിധിയായിട്ടൊന്നല്ല രേണു അതിന്റെ ഉള്ളിൽ പോയിരിക്കുന്നത്. രേണു ആസ് എ കണ്ടസ്റ്റന്റ് അവിടെ ഗെയിം കളിച്ച് വരാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇമോഷണലി അത് വിഷമമായെങ്കിൽ ഓക്കെ, എനിക്കത് അങ്ങനെ സംസാരിച്ചത് എനിക്ക് ഭയങ്കര വിഷമമായി എന്ന ആ രീതിയിൽ പറയായിരുന്നു. രേണു ആസ് എ പേഴ്സൺ പറയായിരുന്നു, എനിക്ക് ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്. ഗെയിം ടാസ്ക് ആണെങ്കിൽ പോലും എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി എന്ന് പറയുന്നത് ഓക്കെ. കാരണം ചിലവരുടെ തമാശ മറ്റൊരാൾക്ക് തമാശയെന്ന് വരില്ല. ഗെയിം ടാസ്കിലാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു ഗെയിമായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും അങ്ങനെ ഒരു ഗെയിം ആയിട്ട് എടുക്കാൻ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറ്റില്ലായിരിക്കും. ഈവൻ ചിലപ്പോൾ എനിക്കാണെങ്കിൽ പോലും ആ സമയത്ത് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും അവിടെ പോയിട്ട് ഒരു സ്ത്രീയായ എന്നെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീത്വം എടുത്തിങ്ങനെ ബെതറില്ല, അതേപോലെ വിധവ എടുത്തിങ്ങനെ ബെതറില്ല. എനിക്ക് വന്നൊരു കമന്റാണ്, വിധവ എന്നുള്ളതിനുപരി ഇപ്പൊ ഭർത്താവ് ഉണ്ടായിട്ട് പോലും മര്യാദയ്ക്ക് കുടുംബം നോക്കാതെ മക്കളെ നോക്കി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഇവിടെ. അപ്പോ സോറി പറഞ്ഞിട്ടും അത് വിടാതെ ഇങ്ങനെ എടുത്തു പിടിച്ച് സംസാരിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം മേ ബി രേണുവിന്റെ കട്ട ഡൈ ഹാർഡ് ഫാൻസ് ആയിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയോട് സോറി പറഞ്ഞു. ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് ഐ പേഴ്സണലി മൈ വിഷസ് ലൈക്ക് ലാലേട്ടൻ വന്നിട്ട് രേണുവിനോട് ചോദിക്കണം, എന്താണ് ഗെയിമിൽ അങ്ങനെ സംഭവിച്ചു, അക്ബർ വന്നിട്ട് സോറി പറഞ്ഞു, എന്നിട്ടും എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ വിധവാ കാർഡ് എന്നുള്ളത്, അല്ലെങ്കിൽ വിധവ, ഞാൻ ഒരു വിധവയല്ലേ എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്താണെന്ന് പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞു. ഓരോ കാർഡും കട്ട് ചെയ്ത് സംസാരിച്ചത് ലാലേട്ടൻ ആ ഒരു ജെന്യൂനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തവണ വരുമ്പോൾ ലാലേട്ടൻ രേണുവിനോട് ചോദിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിധവ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അവിടെ ശാരിക്കാൻ സംസാരിച്ചു അതങ്ങനെ ഒരു വിധവ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പൊ ആക്ച്വലി വന്ന് സോറി പറഞ്ഞിട്ടും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. മനസ്സിലായോ? അത് ഗെയിമായിട്ട് തന്നെയാണ്. വേട്ടപ്പട്ടി എന്ന് വിളിച്ചതും അത്ര ഹാർഡായിട്ട് തന്നെയാണ്
രേണു സംസാരിച്ചത്. അവിടെ എല്ലാവർക്കും ഓമന പേരെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത പേരുകളാണെങ്കിലും പറഞ്ഞ ചില പേരുകൾ മുള്ളംപന്നി അങ്ങനെയൊക്കെ ഉള്ളു. മിസ്റ്റർ അപ്പിയും സെപ്റ്റി ടാങ്കും വേട്ടപ്പട്ടിയും ഒക്കെ ഗെയ്യും ആ ഒരു ഇതിലാണ്. അനീഷ് ഭയങ്കര കൂളായിട്ടാണ് എടുത്തത്. അനീഷിന് വേണമെങ്കിൽ പറയാം, ഞാനൊരു ഡിവോഴ്സ് മാൻ ആണ്, കേരളത്തിലെ ഡിവോഴ്സ് ആയ പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു, എന്നെ അങ്ങനെ മുള്ളംപന്നി എന്ന് വിളിച്ചു ശരിയായില്ലെന്ന് വേണമെങ്കിൽ അങ്ങോട്ട് സംസാരിക്കാം. പക്ഷെ അതവിടെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ആസ് ഓഫ് നൗ എടുത്തിരിക്കുന്ന ഈ കാർഡ് കീറിക്കളയണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോടുമാണ് ഞാൻ ചോദിക്കുന്നത്. ഷാൻ അക്ബർ ഖാൻ അങ്ങനെ വിളിച്ച് സംസാരിച്ച് ശരിയായില്ല. അവിടെ സോറി പറഞ്ഞിട്ടും എടുത്തു പിടിച്ച് ഇതിനെ വിട്ടുകളയാതെ ഞാൻ ഒരു വിധവയല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഒരു കാർഡ് കളിക്കുന്നത് ഡെഫിനറ്റ്ലി ലാലേട്ടൻ വന്ന് ചോദിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു കാർഡും ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും ഒന്നും നടക്കില്ല എന്നാണ് പ്രൊമോയിലൂടെ ലാലേട്ടൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജ്. അപ്പം ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്തു, അകത്ത് ചെന്നിട്ടും സോറി പറഞ്ഞിട്ടും ലൈക്ക് യുനോ അത് കളയാതെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നതിന്റെ പുറകിലുള്ള ചേതവികാരം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അതൊരു തുറുപ്പ് ചിട്ടായിട്ട് പിടിച്ചിട്ട് അതിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ല, നീ സോറി പറഞ്ഞാൽ ശരിയാവില്ല, നീ കേരളത്തില് യുനോ അതിനകത്ത് അക്ബർക്ക് പറയുന്നുണ്ട് കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും എടുത്തു പിടിച്ചിട്ട് സംസാരിക്കുന്ന അത് അവിടെയുള്ള മറ്റു കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് അങ്ങനെ അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇത് രേണുവിന്റെ ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ്. കാരണം അപ്പാനി അടക്കം പറയുന്നുണ്ട് സ്ട്രേറ്റ് ഒരു ഫൈറ്റിന്റെ ഇടയിലാണ് അങ്ങനെ സംസാരിച്ചെന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ആര്. അപ്പോൾ ദേ ആർ റെസ്പെക്ടിങ് അതേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഈവൻ പുറത്ത് തന്നെ രേണു എത്ര പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ ഉൾട്ടടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പെർഫ്യൂമിന്റെ കാര്യം തന്നെ പറഞ്ഞത് ഇവിടെ ഉൾട്ടായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗെയിമിൽ കണ്ടന്റ് വേസ്റ്റ് ആയതുകൊണ്ട് ഒരു സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ആ വ്യക്തിക്ക് ബോധം വെച്ചു. ആ വ്യക്തി പറഞ്ഞു എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി, ഞാൻ പോയി സോറി പറഞ്ഞു. മുമ്പേ പിടിച്ചവരെ സോറി പറഞ്ഞിട്ടും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നും ഇവിടെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്നിട്ടും വിട്ടുകളയാതെ ലൈക്ക് യുനോ ഒരു വിധവയല്ലേ, എന്തിനാണ് അതങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്? അതിന്റെ ഇടയിൽ എനിക്കൊരു കമന്റ് വന്നു, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. ഡ്യൂഡ്, എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് അല്ലെങ്കിൽ വിധവ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാനിവിടെ പറഞ്ഞത്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ പ്ലാറ്റ്ഫോമിൽ രേണു ആസ് എ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഒറ്റയ്ക്ക് കളിച്ച് പോയിട്ട് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ, അല്ലെങ്കിൽ എത്ര ദിവസം നിൽക്കാൻ പറ്റണം അത്രയും. അല്ലാതെ ഇവിടത്തെ എല്ലാവരും കൂടി സ്ത്രീകൾക്ക് വേണ്ടി പോയി സംസാരിച്ചു വരൂ രേണു എന്ന് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞു വിട്ടിരിക്കുന്നത്. സോ ലൈക്ക് കണ്ടന്റ് അറിഞ്ഞ് സംസാരിക്കൂ, അല്ലെങ്കിൽ വിധവകളുടെ വിഷമം മനസ്സിലാക്കി സംസാരിക്കുന്നു. ഞാൻ ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നിരുന്നു. അപ്പൊ ആ വ്യക്തിയോടാണ് ഞാൻ തിരിച്ചു പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ എടുക്കുക. എന്താണ് വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ ഇവിടെ കേരളത്തിലുള്ള വിധവകളെയോ ആരെയും ഒന്നും ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ബിക്കോസ് അത് അങ്ങനെയാണ്. കാരണം അങ്ങനെ ഒരാളെയും അതിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയല്ല ഞാൻ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. രേണു അതിനകത്ത് പറയുന്നുണ്ട് വിധവകളുടെ അവസ്ഥയും ഡിവോഴ്സ് ആയിട്ടുള്ള ആളുടെ അവസ്ഥയും. അതിനാണ് ഞാൻ പറയുന്നത്, വിധവകളുടെ അവസ്ഥയാണെങ്കിലും ഡിവോഴ്സ് ആയിട്ട് പോയ ആളുകളുടെ അവസ്ഥയാണെങ്കിലും ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും കുടുംബം നോക്കാതെ സ്ത്രീകൾ കാലത്ത് പോയിട്ട് വൈകിട്ട് വന്ന് പിള്ളേരെ നോക്കി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ രേണു പറയുന്ന വിധവയായി എന്നെ അങ്ങനെ വിളിക്കാമോ? ആ കാർഡ് ഇനി അങ്ങനത്തെ ഒരു ഇതിൽ സംസാരിക്കാതിരിക്കട്ടെ. കാരണം ആൻഡ് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കണം ആ ഒരു കാർഡ് എന്തിനാണ് ഇങ്ങനെ എപ്പോഴും എടുത്ത് പറയുന്നത്, അതെന്താണെന്നുള്ളതും. അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ടും മേ ബി ലാലേട്ടനോട് മുന്നിലും ഈ ഒരു ഞാൻ ഒരു വിധവയല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഐ എം വെയിറ്റിംഗ് ഫോർ ലാലേട്ടൻസ് റിയാക്ഷൻ.